ഡിബേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉടമസ്ഥൻ സ്ഥലത്തില്ലാതെ ചോർച്ചയുണ്ടാവും. അപ്പൊ ഇവിടെ ചോർച്ച ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ? ഉടമസ്ഥൻ സ്ഥലത്തില്ലെങ്കിൽ അവിടെ ചോർച്ച ഉണ്ടാവുന്നുണ്ട്, നഷ്ടത്തിൽ കലാശിച്ച് പൊളിയുന്നുണ്ട്. അത് ഉടമസ്ഥൻ ജീവിച്ചിരിക്കുമ്പോൾ ഉടമസ്ഥൻ വല്ലപ്പോഴും നോക്കുമ്പോൾ ഇതാരും നോക്കാത്തപ്പോൾ എന്തായിരിക്കും സ്ഥിതി? ജീവനക്കാരെ അധ്വാനിച്ചു കൊണ്ടിരുന്ന പണം ഒരു സ്ഥലത്തും പാഴായി പോകാൻ സമ്മതിക്കില്ല. അതായത് ബേസിക് ആയിട്ടുള്ള ഫോർമുല എത്രയേ ഉള്ളൂ. എല്ലാ ഓട്ടകളും അടയ്ക്കും. കാരണം നമ്മൾ ഈ വരവിനെക്കുറിച്ച് മാത്രമാണ് നമ്മളെല്ലാം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താ 9 കോടി റെക്കോർഡ് വരുമാനമാണ് കാണിക്കുന്നത്. എവിടെ ഈ പൈസ എന്നുള്ളൊരു സംശയം നാട്ടുകാർക്കും ഉണ്ട്, ജീവനക്കാർക്കും ഉണ്ട്. അപ്പോൾ ജീവനക്കാരുടെ ആ സംശയം അവർ തന്നെ പറയുന്നുണ്ട്, മാധ്യമങ്ങളിൽ തന്നെ പറയുന്നത് കണക്കില്ല. ഗ്യാലറിയിലിരുന്ന് കളി കാണാൻ എളുപ്പമാണ്, കളിക്കളത്തിൽ ഇറങ്ങുമ്പോഴേ ബുദ്ധിമുട്ട് മനസ്സിലാക്കുള്ളൂ. പിന്നെ കുറച്ചുകൂടി പക്വതയോടുകൂടി ഇത്തരം സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി പക്വതയോടുകൂടി ഉള്ള അഭിപ്രായ പ്രകടനമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇത് ഈ മുന്നണിയിൽ നിന്നുകൊണ്ട് ഇത്തരം അഭിപ്രായ പ്രകടനം നടത്തുന്നത് ആദ്യമായിട്ടല്ല. ഒരു കാര്യമുണ്ട്. ഇപ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞ കാര്യം, ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്നത് എളുപ്പമാണ്, കളത്തിലിറങ്ങി കളിക്കുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ എന്ന്. ഇദ്ദേഹം KB ഗണേഷ് കുമാർ കളത്തിലിറങ്ങി കളിച്ചതാണ്, ഇതേ ഫീൽഡിൽ തന്നെ കളിച്ചതാണ്, ഗതാഗത വകുപ്പിൽ കളിച്ചതാണ്. അതാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാനിരുന്ന സമയത്തെ പോലെ അല്ല ഇപ്പോൾ ഗതാഗത വകുപ്പ്, അത് മാറ്റണം, അതിൽ അഴിമതിയുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇതുവരെ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം പ്രതിപക്ഷം പോലും എനിക്കെതിരെ ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അദ്ദേഹം ഗ്യാലറിയിലാണ് ഇരുന്ന് കളി കണ്ടത്. ഈ 2.5 വർഷക്കാലം ഗ്യാലറിയിലിരുന്ന് കളി കണ്ടതായിരുന്നല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഗ്യാലറിയിൽ നിന്ന് കളി കണ്ടിട്ട് കളിക്കുമ്പോഴത്തേക്കും നമ്മൾ കാണാൻ പോവില്ലേ കളി? നന്നായിട്ട് കളിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. കേരളത്തിൽ കേട്ടുകേൾവിയില്ല. ഒരു മുന്നണിയിൽ നിന്ന് ഈ ടേം അനുസരിച്ച് ഒരാൾ മാറി മറ്റൊരാൾ വരുമ്പോൾ മറ്റൊരു മുന്നണിയിൽപ്പെട്ട ഒരാൾക്ക് പകരമാണ് ഞാൻ വരുന്നത് എന്ന രീതിയിൽ ആ മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് അങ്ങനെ നടക്കാറില്ല. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വഴക്കായിട്ട് ചിത്രീകരിക്കേണ്ട. പറഞ്ഞ ആളെ കുറിച്ച് നിങ്ങൾ വിലയിരുത്തിയാൽ മതി. നിങ്ങൾ തമ്മിലുള്ള വഴക്കല്ല എങ്കിൽ, നിങ്ങൾ തമ്മിലുള്ള വഴക്കല്ല, പാർട്ടികൾ തമ്മിലുള്ള വഴക്കാണോ അല്ലെങ്കിൽ മുന്നണിയിലുള്ള അസ്വസ്ഥതയാണോ എങ്കിൽ ഈ രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സ്വാഭാവികമല്ലേ. കാരണം ഒരാൾ വരുമ്പോൾ ഇപ്പം ഭരിക്കുന്ന ആളെക്കാൾ മെച്ചപ്പെട്ടൊരു ഇപ്പം ഭരിക്കുന്നത് മോശമാണ്, ഞാൻ നന്നാക്കിയത് എന്നൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ മോശമായി കിടന്നതിനെല്ലാം നന്നാക്കി, ഇതുവരെ മോശം. കാരണം ഇപ്പോൾ നന്നായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ആളുടെ ചോദിക്കൂലേ. അതുകൊണ്ട് ഇപ്പം മോശമാണ്, ഞാനാണ് ഇത് നന്നാക്കി എന്നൊരു പേര് ഉണ്ടാക്കിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം മാത്രമായിട്ട് ഞാൻ കാണുന്നില്ല. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ മുൻ മന്ത്രി ആന്റണി രാജുവും തമ്മിലുള്ള പോര് ഇടതുമുന്നണിക്ക് പുതിയ തലവേദനയാവുകയാണ്. അസ്വാരസ്യങ്ങൾ ഒന്നുമില്ലാതെ പുനഃസംഘടന പൂർത്തിയായി എന്നതിന് പുറമെ വിലയിരുത്തുന്നുണ്ട് എങ്കിലും പുതിയ സാഹചര്യത്തിൽ വിഷയത്തിൽ ഇടതുമുന്നണിക്ക് ഇടപെടേണ്ടി വരും. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് KB ഗണേഷ് കുമാറിനെതിരെ ആന്റണി രാജു കടുത്ത വിമർശനം ഉന്നയിച്ചത്. ഗണേഷിന്റെ പരാമർശങ്ങൾ മുന്നണി മര്യാദയുടെ ലംഘനം ആണ് എന്നും KSRTCയെ കുഴപ്പത്തിൽ നിന്ന് രക്ഷിക്കാൻ എത്തിയ ആളെന്ന ക്രെഡിറ്റ് നേടാനുള്ള അപക്വമായ സമീപനമാണ് ഗണേഷിൻ്റേത് എന്നുമായിരുന്നു ആന്റണി രാജുവിന്റെ വിമർശനം. KSRTCയിൽ ശമ്പളം 1-ാം തീയതി നൽകാനും ആന്റണി രാജു ഗണേഷിനെ വെല്ലുവിളിക്കുകയാണ്. മുന്നണിയിൽ ഓട്ടയോ എന്നാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ജെയിംസ് വടക്കൻ, ട്രാൻസ്പോർട്ട് വർക്കിംഗ് ഗ്രൂപ്പ് പ്രതിനിധി, ശ്രീ സലീം മടവൂർ RJD നേതാവ്, ശ്രീ വസന്ത് തെങ്ങുംപള്ളി കോൺഗ്രസ് നേതാവ്, അതോടൊപ്പം ശ്രീ അജയ് കുമാർ KST എംപ്ലോയീസ് സംഘ് BMS ജനറൽ സെക്രട്ടറി എന്നിവർ ആണ്. ആദ്യം സലീം മടവൂരിലേക്ക്. ശ്രീ സലീം മടവൂർ, ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായാണ്, അതിൻ്റെ ധാരണ പ്രകാരമാണ് ആന്റണി രാജു സ്ഥാനം ഒഴിയുകയും KB ഗണേഷ് കുമാർ മന്ത്രിയായി വരികയും ചെയ്തത്. മറ്റൊരു മന്ത്രിയും സ്ഥാനമൊഴിഞ്ഞ് മറ്റൊരു മന്ത്രി കൂടി ചുമതലയേൽക്കുകയും ചെയ്തു. പക്ഷേ ഈ ചുമതലയേറ്റതിന് ശേഷം ആദ്യം തന്നെ ഗണേഷ് കുമാർ നടത്തിയ പരാമർശം അത് മുൻ മന്ത്രിയെ കടന്നാക്രമിക്കുന്ന ഒന്നായിരുന്നു. KSRTCയിൽ കൃത്യമായ അഴിമതി നടക്കുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അത് ആ വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും പോരായ്മയായി തന്നെയല്ലേ വിലയിരുത്തേണ്ടി വരുന്നത്?
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മന്ത്രിമാർ ആര് എന്നുള്ളതല്ല, മുന്നണിക്കൊരു നയമുണ്ട്. അഴിമതിയില്ലാത്ത ഭരണം, കാര്യക്ഷമതയോടുകൂടി കാര്യങ്ങൾ കൊണ്ട് നടക്കണം, തൊഴിലാളികള് സംരക്ഷിക്കുന്ന സമീപനം, ഇതൊക്കെ ഇടതുപക്ഷ മുക്തയാണ്. ശ്രീ സലീം മടവൂർ, റേഞ്ച് പ്രശ്നമാണ് എന്ന് തോന്നുന്നു. താങ്കൾ പറയുന്നത് കൃത്യമായി കേൾക്കാൻ സാധിക്കുന്നില്ല. ചില ഇപ്പൊ തുടരാം. ഞാൻ താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് വരാം. ശ്രീ അജയ്കുമാർ, താങ്കൾ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് എന്നതിനപ്പുറത്ത് താങ്കൾ ഒരു തൊഴിലാളി കൂടിയാണ്, KSRTCയിലെ ഡ്രൈവർ കൂടിയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ സലീം മടവൂർ പറഞ്ഞു വന്നത്, അദ്ദേഹം പറഞ്ഞു തൊഴിലാളികളെ അടക്കം സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം കൂടിയുണ്ട് ഈ സർക്കാരിന്, അതാണ് സർക്കാർ സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്നാണ്. ഈ ഗണേഷ് കുമാർ പറഞ്ഞ വാക്കുകളെ താങ്കൾ ഏതർത്ഥത്തിലാണ് നോക്കിക്കാണുന്നത്? ഇതിൽ ആദ്യമായി പറയാനുള്ളത്, ഈ ചർച്ചയുടെ അടിസ്ഥാനം തന്നെ നിയുക്ത മന്ത്രിയും മുൻ മന്ത്രിയും തമ്മിലുള്ള ഒരു ഖോഖോ വിളിയുടെ വിഷയം. ഇപ്പോൾ നിയുക്ത മന്ത്രിയല്ല, മന്ത്രി ആയി കഴിഞ്ഞു. അതെ, മന്ത്രി, നിലവിലുള്ള മന്ത്രിയും അതെ പോയ മന്ത്രിയുമായിട്ടുള്ള ഖോഖോ വിളിയുടെ വിഷയമാണ്. ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഇതിൽ ആദ്യമായി പറയാനുള്ളത്, ഞങ്ങൾക്ക് ഇതിലൊരു രാഷ്ട്രീയവുമില്ല. ഞങ്ങൾക്കുള്ളത് നിലനിൽപ്പിൻ്റെയും വിശപ്പിൻ്റെയും രാഷ്ട്രീയമാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ KSRTCയോട് തൊഴിലാളിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? KSRTCയിലെ കടജടഭാരം ഏറ്റെടുക്കുമെന്ന്. ഇപ്പോൾ തൊഴിലാളിക്ക് വേണ്ടിയുള്ള സർക്കാരാണ് ഭരിക്കുന്നുവെങ്കിൽ ഇന്ന് KSRTCയിലെ സ്ഥിതി നമ്മൾ പരിശോധിച്ചാൽ KSRTCയിലെ ശമ്പളമെല്ലാം കൊടുത്തു തീർത്തിട്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രിയായിരുന്ന ശ്രീ ആന്റണി രാജു ഇറങ്ങിപ്പോയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം. അതിലൊരു കൗതുകം കൂടിയുണ്ട്. അദ്ദേഹം എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം കൊടുക്കുമെന്ന് വെല്ലുവിളിക്കുക കൂടിയാണ്. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ഒന്ന്, കൃത്യമായി ജോലി ചെയ്ത ആളിന് എല്ലാ മാസവും 5-ാം തീയതി, ജീവനക്കാർക്ക് എല്ലാ മാസവും 5-ാം തീയതി കൃത്യമായി ശമ്പളം നൽകുമെന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് തൊഴിലാളികളോട് പറഞ്ഞത്. ആ വാക്ക് നാളിതുവരെ പാലിച്ചില്ല എന്ന് മാത്രമല്ല, അത് ശമ്പളം ഗഡുക്കളായി നൽകുന്നു എന്നുള്ളതൊരു വസ്തുതയാണിപ്പോൾ. അതിനുവേണ്ടി സമരം, പണിമുടക്ക് വരെ നടത്തിയ സംഘടനയാണ് KST എംപ്ലോയീസ് സംഘ്. പക്ഷേ അത് മാത്രവുമല്ല, ശമ്പളം പൂർണ്ണമായി വിതരണം ചെയ്തു എന്ന് പറയുമ്പോഴും ശമ്പള അരിയർ നൽകിയിട്ട് 1.5 വർഷമായി. അരിയർ ശമ്പളം നൽകിയിട്ട് ജീവനക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത NPSൻ്റെ തുക KSRTCയിൽ 8630 NPS ജീവനക്കാരുണ്ട്. അവരുടെ ഏകദേശം 300 കോടി രൂപയാണ് ആ ഇനത്തിൽ അടയ്ക്കേണ്ടത്. 45 പേര് മരണപ്പെട്ട് നാളിതുവരെ 19 പേര് പെൻഷനായി. അവർക്ക് ആ NPSൻ്റെ പരിരക്ഷ കിട്ടിയിട്ടില്ല. ഇത് വലിയ ഒരു അപകടമാണ്. അതുപോലെ തന്നെ പ്രോവിഡന്റ് ഫണ്ട് ജീവനക്കാർ നിക്ഷേപിച്ച പണം വായ്പയായിട്ട് പോലും നൽകുന്നില്ല. അതുപോലെ NDR ലോണിൻ്റെ തിരിച്ചടവ് KSRTC ജീവനക്കാർക്ക് ഈടാക്കുന്നു, അത് നൽകുന്നില്ല. അതുമാത്രവുമല്ല, 2022 ജനുവരിക്ക് ശേഷം പെൻഷൻ പറ്റിയ പെൻഷൻ ജീവനക്കാരൻ്റെ പെൻഷൻ ആനുകൂല്യം നാളിതുവരെ ഒരു പൈസ നൽകിയിട്ടില്ല. 2022 മെയ് മാസം പെൻഷനായി, അതിനുശേഷം പെൻഷനായവരുടെ പ്രോവിഡന്റ് ഫണ്ട് പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് വലിയ ഒരു ദുരവസ്ഥ. അപ്പോൾ ഇങ്ങനെ തൊഴിലാളിക്ക് വേണ്ടി ആണ് ഈ സർക്കാർ നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ KSRTCയുടെ ശമ്പളമടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തു തീർത്ത് ഇറങ്ങി എന്ന് ഒരു മന്ത്രി അദ്ദേഹം പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. മാത്രവുമല്ല, 22% DA ആണ് ഇന്ന് സർക്കാർ ജീവനക്കാർക്കുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന്റെ 29%. KSRTC ജീവനക്കാരൻ 0% DAയിലാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അങ്ങനെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ KSRTC ജീവനക്കാരൻ അപഹാസ്യനാകുന്നതിന്റെ തുടർക്കഥ. അതിലെല്ലാത്തിലും ഉപരി ഈ കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിൽ ശമ്പളത്തിന് വേണ്ടി PDPP കേസെടുത്ത് ലോക്കപ്പിൽ കിടക്കേണ്ട ഗതികേട് വരെ ഈ KSRTCയുടെ തൊഴിലാളിക്ക് സമ്മാനിച്ചു എന്നുള്ളതാണ് ഒരു വസ്തുത. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സലീം മടവൂർ, താങ്കൾ
ഈ തൊഴിലാളി ക്ഷേമം അടക്കം സൂചിപ്പിച്ചത് കൊണ്ടുകൂടിയാണ്. അതിനിടയ്ക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി വന്നു. ഇതിപ്പോൾ അജയ് കുമാറിന്റെ വാക്കുകൾ, അദ്ദേഹം ഒരു ട്രേഡ് യൂണിയൻ നേതാവും അതോടൊപ്പം തൊഴിലാളിയുമാണ്. പലപ്പോഴും ഈ ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് KSRTCയുമായി നേരിട്ട് ബന്ധമൊന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഇദ്ദേഹം ഒരു തൊഴിലാളി എന്ന നിലയിൽ പറയുമ്പോൾ അതിനെ തള്ളിക്കളയാനാവില്ല. എന്തു തന്നെയായാലും ഈ പോരായ്മകൾ അതിപ്പോൾ ഈ സർക്കാരിൻ്റേത് മാത്രം എന്നൊന്നും വിലയിരുത്തപ്പെടേണ്ടതില്ല. മുൻ സർക്കാരുകളുടെ കാലഘട്ടത്തിലും KSRTC വലിയ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ ചുമതലയേറ്റ മന്ത്രി മുൻ മന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? നാഥൻ സ്ഥലത്തില്ല എങ്കിൽ, ഉടമസ്ഥൻ സ്ഥലത്തില്ല എങ്കിൽ ഓട്ടയുണ്ടാകില്ലേ? അതിലെന്താണ് സംശയം? ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു. KSRTCക്ക് കണക്കും കാര്യങ്ങളും ഒന്നുമില്ല എന്ന് ചുമതലയേൽക്കുന്ന മന്ത്രി പറയുകയാണ്. അപ്പോൾ കുറഞ്ഞ പക്ഷം കഴിഞ്ഞ 2.5 വർഷം പോലും ഒന്നും ചെയ്തിട്ടില്ല KSRTCയിൽ, അമ്പേ പരാജയമായിരുന്നു എന്ന് തന്നെ പറയുകയല്ലേ അദ്ദേഹം? അല്ല, അങ്ങനെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏത് അർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിനൊരു ഉത്തരവാദപ്പെട്ട മുഖ്യമന്ത്രിയുണ്ട്. ആരെങ്കിലും പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുകയോ മറ്റോ ചെയ്താൽ അത് തിരുത്താൻ ആവശ്യമായ ഒരു മുന്നണി നേതൃത്വം കേരളത്തിലുണ്ട്. അതുകൊണ്ട് അത് തീർച്ചയായും തിരുത്തപ്പെടും, ഏത് രൂപത്തിലാണെങ്കിൽ. അങ്ങനെ ഇവർക്ക് തോന്നുന്നത് പോലെ പറയാനോ പരസ്പരം കുറ്റപ്പെടുത്താനോ എന്നുള്ളൊരു സാഹചര്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇല്ല എന്നാണ് എന്റെ ഒരു ധാരണ. അപ്പൊ അതുകൊണ്ട് അതേക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല. മറ്റൊന്ന്, KSRTCയുടെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ KSRTC ഒന്ന് ജനങ്ങളെ സേവിക്കുന്നു, 2 അതിലെ തൊഴിലാളികളെ അത് മാറി മാറി വരുന്ന ഗവൺമെന്റുകളുടെ കാലത്ത് അതിലുള്ള തൊഴിലാളികൾക്ക് സംരക്ഷണം കൊടുക്കുന്നു, അവർക്ക് പെൻഷൻ കൊടുക്കുന്നു, അവർക്ക് സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് KSRTC വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. അത് ബാധ്യതയായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് പെൻഷൻ കൊടുത്തുകൊണ്ട് പ്രായമായി ഇരിക്കുന്ന കുടുംബങ്ങളുടെ സംരക്ഷണം കൂടെ ഈ KSRTC ഇപ്പോഴും നിർവഹിക്കുകയാണ്. അപ്പൊ നേരത്തെ 10,000-ഉം 15,000-ഉം ബസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 4,200-ഓളം ബസ്സുകൾ മാത്രമാണ് ഓടുന്നത്. ഈ 4,200 ബസ്സുകൾ ഓടിയിട്ട് വേണം ഇവയിൽ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണം, മറ്റുള്ള ചെലവുകൾ കണ്ടെത്തണം. അതിന്റെ എത്രയോ ഇരട്ടി, ഈ 4,200 ബസ്സിൽ പോകുന്ന തൊഴിലാളികളുടെ എത്രയോ ഇരട്ടി ആളുകൾക്ക് പെൻഷൻ കൊടുക്കണം. സ്വാഭാവികമായിട്ടും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ഗതാഗത ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ ദിവസക്കൂലിക്ക് തുച്ഛമായ കൂലി കൊടുത്തുകൊണ്ടാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത്. വളരെ ചുരുങ്ങിയ ആളുകളാണ് പെർമനന്റ് ആയിട്ടുള്ളത്, ബാക്കിയൊക്കെ താൽക്കാലിക ജീവനക്കാരെ വെച്ചാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പെൻഷൻ കൊടുത്തുകൊണ്ട് നേരത്തെയുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നു, ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. പ്രതിസന്ധിയുണ്ട് എല്ലാ മേഖലയിലും. ശ്രീ സലീം മടവൂർ, ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കണം, പക്ഷെ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, ഇത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെ കുറ്റമെന്ന് പറയാനില്ല. പക്ഷേ താങ്കൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ സർക്കാരുകളുടെ കാലഘട്ടത്തിലും KSRTC പ്രതിസന്ധി നേരിട്ടപ്പോൾ അതാത് സമയങ്ങളിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വിഷയം എന്താണ്? താങ്കൾ തന്നെ സൂചിപ്പിച്ചു, കേരളത്തിന് ശക്തനായ ഒരു മുഖ്യമന്ത്രിയുണ്ട്. ആ മുന്നണി സംവിധാനത്തിൽ പരസ്പര വിരുദ്ധമായ വിഷയങ്ങൾ പറയുന്നുവെങ്കിൽ ഇടപെടും, അതിൽ ആവലാതിപ്പെടേണ്ടതില്ല എന്ന്. ഈ പരസ്പര വിരുദ്ധമായി വിഷയങ്ങൾ പറഞ്ഞതിലല്ല ആവലാതി, അങ്ങനെ ഒരു ആവലാതിയും കേൾക്കുന്നവനില്ല. പക്ഷേ KSRTCയെ സംബന്ധിച്ചിടത്തോളം ആ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി പരാജയമാണ് എന്ന് പറയുകയാണ്. നേരത്തെ ഇതേ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മന്ത്രി തന്നെയാണ് ഇത് പറയുന്നത്. ഓട്ടയുണ്ട്, ആ ഓട്ടകളെല്ലാം അടയ്ക്കുമെന്ന് അദ്ദേഹം പറയുന്നു. കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലുകൾ അടക്കം ഉണ്ടായിരുന്നു, അതെല്ലാം ഇല്ലാതായി എന്ന് പറയുന്നു. ഇങ്ങനെ കണക്ക് കാര്യങ്ങളില്ല, ഓഡിറ്റിംഗ് ഇല്ല, ഈ പോരായ്മകളെല്ലാം മന്ത്രി ചുമതലയേറ്റ ഉടനെ പറയുകയാണ്. അല്ല, KSRTCയിൽ ധാരാളം പോരായ്മകൾ പ്രാഥമികമായിട്ട് പരിഹരിക്കാനുണ്ട്. ഒരു പുതിയ മന്ത്രി വരുന്ന പ്രത്യേകിച്ച് ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ KSRTCക്ക് പ്രത്യേകമായ കളറുകൾ കൊടുത്ത് യാത്രക്കാരെ ആകർഷിക്കാൻ ശ്രമിച്ച ഒരു മന്ത്രിയാണ്. ആ നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. മറ്റൊരു കാര്യം കൂടി ചർച്ചകളിൽ ഞാൻ സൂചിപ്പിക്കും. അപ്പോൾ അത്രയും പ്രകടനം മെച്ചപ്പെടുത്താൻ ആന്റണി രാജുവിന് സാധിച്ചില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, ഗണേഷ് കുമാറിന് നേരത്തെയുള്ള മുൻ പരിചയം ഈ രംഗത്തുണ്ട്. ഒരു പക്ഷെ അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയാൽ എത്ര കണ്ട് സാധിക്കുമെന്ന് കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷെ വിജയിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ KSRTCയെയും അതിലെ തൊഴിലാളികളെയും ഇടപെടേണ്ടി വരുന്നത് താങ്കൾ പക്ഷേ വിജയിക്കണം. ഇത് തന്നെയാണ് ആന്റണി രാജുവും പറഞ്ഞത്, പക്ഷേ വിജയിക്കണം. അപ്പോൾ വിജയിക്കുമെന്നൊരു കോൺഫിഡൻസ് ഇപ്പോഴും ഇല്ല. അല്ല, ഒരു മിനിറ്റ്, ഞാൻ ഈ തൊഴിലാളികൾക്ക് പീസായിട്ട്, അതായത് മുറിച്ച് ശമ്പളം കൊടുക്കുന്നു, ഗഡുക്കളായിട്ട് ശമ്പളം കൊടുക്കുന്നതിലൊക്കെ വലിയ സങ്കടം തോന്നുന്നുണ്ട്. കാരണം ഇവരുടെ ഭവന ലോണുകൾ, വാഹന ലോണുകളൊക്കെ മുറിച്ച് കൊടുത്ത് ഈ ശമ്പളം ഇങ്ങനെ ഗഡുക്കളായി കൊടുത്താൽ അത് തെറ്റുകയും സിവിൽ സ്കോർ നഷ്ടപ്പെടുത്തുകയും
പിന്നീട് ഒരു പെൺകുട്ടികളുടെ വിവാഹത്തിന് ഒരു ലോൺ എടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിയാല് ഒരു ബാങ്ക് കടം കൊടുക്കാത്ത രൂപത്തിൽ KSRTC ജീവനക്കാർ മാറും. അതുകൊണ്ട് KSRTC ജോലി ആകർഷണീയമായ ജോലിയാവണം. അതിലേക്ക് കൂടുതൽ യാത്ര, അതുകൊണ്ട് ഞാൻ പറയട്ടെ, യാത്രക്കാരെ ആകർഷിക്കണം. അപ്പൊ ഞാനൊരു അനുഭവം എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് ഷെയർ ചെയ്യണം. ഞാൻ 2 മാസം മുമ്പ് മഹാരാഷ്ട്രയിലും ഔറംഗാബാദിൽ പോയിരുന്നു. അപ്പൊ ഞാൻ ആദ്യം അവിടെ ടാക്സി വിളിച്ച് ഫാമിലി സഹിതം യാത്ര ചെയ്യണം എന്നാണ് ആദ്യം ആഗ്രഹിച്ചത്. പക്ഷെ ബസ്സിൽ കയറിയപ്പോ ഒരു സ്ഥലത്ത് ബസ്സിൽ കയറിയപ്പോ ലോങ് ബസ്സിൽ ഒരു സ്ഥലത്ത് കയറിയപ്പോ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബസ്സുകളിലൊക്കെ 2-2, നമ്മുടെ 3-2 പകരം ലോങ് ബസ്സിൽ 2-2 വീതിയുള്ള സീറ്റുകൾ കാലൽപ്പം നീട്ടി വെക്കാം. അപ്പൊ ഈ ബസ്സുകളിലുള്ള യാത്ര കാറിലെ യാത്ര പോലെ തന്നെ തോന്നി. അപ്പൊ ഞാൻ ഈ ഔറംഗാബാദിൽ നിന്ന് അജന്തയിലും ഒക്കെ ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നീട് പോയത് ബസ്സിലാണ്. ഞാൻ 3 ദിവസം ടാക്സി വിളിക്കാൻ ആഗ്രഹിച്ചത് അത് ഒഴിവാക്കി ബസ്സിൽ യാത്ര ചെയ്തു. അത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നല്ല രൂപത്തിലുള്ള ബസ്സുണ്ട്. അതേപോലെ തന്നെ ഈ കർണാടകയുടെയും മഹാരാഷ്ട്രയുടെ ബസ്സിന്റെ ലഗേജ് കാരിയർ സൈഡിലുള്ള അരികിലുള്ള അതിൽ നമ്മുടെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് പെട്ടികൾ ആ കാരിയറിൽ വെക്കാൻ സാധിക്കും. നമ്മുടെ KSRTC പെട്ടി വെക്കാൻ കഴിയില്ല. അപ്പൊ ആളുകൾ ഒന്നുകിൽ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ കുറെ പേര് അവിടെ ഇടും, അല്ലെങ്കിൽ ആളുകൾ ചവിട്ടി കൂട്ടും. ഇതാണ് സാഹചര്യം. ഈ ചെറിയ കാര്യം പോലും നോക്കിയൊരു ബസ് ഡിസൈൻ ചെയ്യാൻ കഴിയാത്ത കുറെ എഞ്ചിനീയർമാർ എന്ന് പറയുന്ന ആളുകൾ KSRTC ശമ്പളം വാങ്ങുന്നുണ്ട്. ഇവർക്കൊക്കെ എതിരെയാണ് നടപടി. ഒരു KSRTC ഒരു ലഗേജ് കാരിയർ വെക്കുമ്പോൾ ഒരു മിനിമം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്, ഒരു ദേശീയ നിലവാരത്തിൽ ഒരു പെട്ടി, ആ പെട്ടി വെക്കാനുള്ള വലിപ്പമില്ലാത്ത ലഗേജ് കാരിയറാണ് നമ്മുടെ ബസ്സിലുള്ളത്. ഇരിക്കാനുള്ള സൗകര്യം, ഈ 3 സീറ്റ് ലോങ് യാത്രക്കാർ ഞെരുങ്ങിയിരിക്കണം. ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കാനോ അല്പം മയങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊന്നും സാധിക്കില്ല. കാരണം 4-5 മണിക്കൂർ യാത്രയാണ്. അപ്പൊ ബസ്സിലെ സീറ്റുകൾ ഇതൊക്കെ എഞ്ചിനീയറിംഗ് വിഭാഗം തൊട്ട് KSRTC മാറണം. തീർച്ചയായും. എന്തായാലും ശ്രീ സലീം മടവൂർ, ഈ മഹാരാഷ്ട്രയിലെ യാത്ര സുഖകരമായിരുന്നു, അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമ്മളെക്കാൾ മികച്ചതാണ് എന്നൊക്കെ താങ്കൾ ഇത് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താങ്കളുടെ മുന്നണിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ശാസനകളൊന്നും ഉണ്ടാകില്ല എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. അല്ല, ഇത് അത് ഒരു ദിവസം തുടങ്ങിയതല്ല. നേരത്തെ ഒരു മാറ്റമാണത്, പെട്ടെന്ന് തുടങ്ങിയ മാറ്റമല്ല അത്. ശ്രീ വസന്ത്, ഞാൻ താങ്കളിലേക്ക് വരുമ്പോൾ ഇവിടെ ആന്റണി രാജു ഞങ്ങളുടെ ഔട്ട്പുട്ട് എഡിറ്റർക്ക് നൽകിയ മറുപടി, അദ്ദേഹം പറഞ്ഞത് ഇതിപ്പോൾ ആദ്യമായൊന്നുമല്ലല്ലോ ഗണേഷ് കുമാർ ഇങ്ങനെ ഉന്നയിക്കുന്നത്. നേരത്തെ മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിനെതിരെ, പൊതുമരാമത്ത് വകുപ്പിനെതിരെ, ആരോഗ്യ വകുപ്പിനെതിരെ, വിദ്യാഭ്യാസ വകുപ്പിനെതിരെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അതെല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷേ സലീം മടവൂർ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആരോപണം ഉന്നയിച്ച വടിയെടുക്കാൻ അവിടെ ഒരാളുണ്ട് എന്ന്. ഇപ്പോഴും ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടതിന് ശേഷവും ഒന്നും ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രീ KP അഭിലാഷ്, എനിക്ക് തോന്നുന്നത് അടുത്ത ദിവസം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗണേഷ് കുമാർ വേഴ്സസ് ആന്റണി രാജു എന്നുള്ളതാണെങ്കിൽ അടുത്ത ദിവസം ഗണേഷ് വേഴ്സസ് ആന്റണി രാജു വേഴ്സസ് സലീം എനിക്കുണ്ട്. കാര്യം അദ്ദേഹം തന്നെ KSRTCക്കെതിരെ, അതിലെ സംവിധാനത്തിനെതിരെ, അതിലെ അഡ്മിനിസ്ട്രേഷനെതിരെ ഒരു വലിയ പരാതികളുടെ ഭാണ്ഡം ഇവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ധീരതയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. AKG സെന്ററിൽ നിന്ന് അദ്ദേഹത്തിന് നേരെ വടിയെടുക്കപ്പെടാതിരിക്കട്ടെ എന്ന് ഞാൻ ചെയ്യാണ്. 2 കാര്യങ്ങളാണ് ഈ വിഷയത്തിലുള്ളത്. ഒന്ന്, ഗണേഷ് കുമാർ സ്വാഭാവികമായും പറയുന്നത് ഞാൻ മന്ത്രിയായിരുന്ന ഒരു വകുപ്പിൽ, ഞാൻ ലാഭത്തിൽ കൊണ്ടുപോയിരുന്ന ഒരു വകുപ്പിൽ, അതാണ് അതിന്റെ ശരിയായ മീനിങ്. ഞാൻ ലാഭത്തിൽ കൊണ്ടുപോയിരുന്ന ഒരു വകുപ്പിൽ ഞാൻ വെച്ച് കൈമാറുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന ഓടിക്കൊണ്ടിരുന്ന ഒരു വകുപ്പ് ഇതാ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയാൽ നശിപ്പിച്ച് മുച്ചൂടും ഇല്ലാതാക്കി എന്റെ കയ്യിൽ തിരിച്ചു തന്നിരിക്കുന്നു എന്നാണ് ഗണേഷ് പറയുന്നത്. സംശയം വേണ്ട. ഒന്ന്, അദ്ദേഹത്തിന് അത് പറയാമോ? UDF എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ജനാധിപത്യപരമായി അതിന്റെ എല്ലാ നെഗറ്റീവ് സൈഡ്സും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉപയോഗിക്കുന്ന ഒരു മുന്നണിയാണ് UDF. ഞാനത് സ്വയം വിമർശനാത്മകമായി തന്നെ പറയുകയാണ്. ആ UDF സംവിധാനത്തിൽ നിൽക്കുമ്പോൾ പോലും ശ്രീ ഗണേഷ് കുമാറിന് വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ പലപ്പോഴും വ്യഗ്രത ഉണ്ടായിരുന്നു. പക്ഷെ അത് വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തെ തിരുത്താൻ മുന്നണിക്ക് ശേഷി ഉണ്ടായിരുന്നു, തിരുത്തിയിട്ടും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുന്നണി വിട്ടു പോകേണ്ടി വരുന്നതും രാഷ്ട്രീയ ദല്ലാൽ പണിയെടുക്കേണ്ടി വരുന്നതും. ഒടുക്കം ദല്ലാൽ നന്ദകുമാറിനെ പോലും നാണം കെടുത്തുന്ന രീതിയിൽ അന്നത്തെ ജനകീയ ഗവൺമെന്റ്, ആ ജനകീയ ഗവൺമെന്റിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ പതനത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ അത് എന്താണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമല്ലല്ലോ, ചില ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹവും പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അത് തുറന്നു പറയുന്നതിന്റെ അകത്ത് എനിക്ക് മടിയൊന്നുമില്ല, ഞാൻ പറയുകയും അല്ല. നമുക്ക് അതല്ലല്ലോ വിഷയം. അതെ, യെസ്. അതുകൊണ്ട് തന്നെ ശ്രീ KP അഭിലാഷ്, ഒരു മന്ത്രി
അദ്ദേഹം നിയുക്ത മന്ത്രിയാവട്ടെ, അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്ത ആളാവട്ടെ, സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ആ വകുപ്പിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാമോ? ഒന്നാമത് ചൂണ്ടിക്കാണിക്കാം, അത് മുന്നണി യോഗത്തിൽ പറയുക എന്നതാണ് മര്യാദ എന്നതാണ് അല്ല, മുന്നണി മര്യാദ ലംഘിച്ചുവെന്ന് ആന്റണി രാജു പറഞ്ഞിട്ടുണ്ട്. യെസ്, അദ്ദേഹം മുന്നണി മര്യാദ ലംഘിച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നേരത്തെ അഭിലാഷ് പറഞ്ഞു, ആന്റണി രാജു തന്നെ പറഞ്ഞു, ആഭ്യന്തര വകുപ്പിനെതിരെ, ആരോഗ്യ വകുപ്പിനെതിരെ, മറ്റ് നിയമ വകുപ്പുകൾക്കെതിരെ എല്ലാം ഇദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ലേ? ആ ഉന്നയിച്ച സമയത്ത് AK ബാലൻ അടക്കമുള്ള നേതാക്കൾ നേരിട്ടെത്തി തിരുത്തിയിട്ടുണ്ട് സാർ. ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ആരോപണം വന്ന് വിത്തിൻ 24 hours CPM നേതൃത്വം പരസ്യ പ്രസ്താവനയിലൂടെ തന്നെ, അത് ഒരു ശാസനമായി പറഞ്ഞില്ല എങ്കിൽ പോലും മാധ്യമങ്ങളുടെ മുമ്പിൽ AK ബാലൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അതങ്ങനെയല്ല, ഗണേഷ് കുമാറിന് തെറ്റുപറ്റിയിട്ടുണ്ടാവാം, ഗണേഷ് കുമാർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ബൈറ്റ് വേണമെങ്കിൽ ശ്രീ സലിം മടവൂറിന് ഞാൻ അയച്ചു തരാം. അപ്പോ എന്നാൽ അതുകൊണ്ടാണ് നമ്മളും ഇതേ ചോദ്യം തന്നെയാണ് ചോദിച്ചത്, ഇടതു മുന്നണി ഈ വിഷയത്തിൽ ഇടപെടുമോ എന്ന് തന്നെയാണ്. 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ഗണേഷ് കുമാറിനെ ചെവിക്ക് പിടിക്കാൻ എന്തുകൊണ്ടാണ് CPM-ന് AKG സെന്ററിന് സാധിക്കാത്തത് എന്ന് ചോദിച്ചാൽ there are two possibilities. ഒന്നാമത്തെ, ഗണേശൻ പറഞ്ഞത് മുഴുവൻ ശരിയാണ്, അതൊരു പരിധിവരെ ശരിയുമാണ്. രണ്ടാമത്തെ പോസിബിലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ ദല്ലാൽ പണി ചെയ്തു കൊടുത്തതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് കിട്ടിയ ഉദ്ദിഷ്ട കാര്യത്തിന്റെ ഉപകാര സ്മരണയായിട്ട് കിട്ടിയതാണല്ലോ ഈ മന്ത്രിസ്ഥാനം. അപ്പോ ഗണേഷ് കുമാറിനെ ഇനി ശാസിക്കാൻ പോയാൽ ചിലതൊക്കെ അദ്ദേഹം വിളിച്ചു പറയുമോ എന്ന ഭയം CPM-നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. രണ്ട്, സലിം മടവൂർ അങ്ങനെയെങ്കിൽ ഇനി എന്ത് പറഞ്ഞാലും അതെല്ലാം കേട്ടിരിക്കുമെന്നാണോ? വേണ്ടിവരും. നാഥനില്ല കളരിയായി LDF മാറിയല്ലോ. ആരാണ് അവിടെ നാഥൻ ഉള്ളത്? LDF-ന്റെ കൺവീനർ ശ്രീ ജയരാജനാണ് എന്ന് പറയുന്നു. അദ്ദേഹം ഇടയ്ക്ക് ഈ മറ്റേ സ്വിച്ച് ഇട്ട ബൾബ്, ഇപ്പൊ ക്രിസ്മസ് സീസൺ ആണല്ലോ, ഈ എലിമിനേഷൻ ബൾബൊക്കെ കത്തുന്ന പോലെ ഇടയ്ക്കൊക്കെ വന്ന് അദ്ദേഹം ബൾബ് കത്തിച്ച് പ്രസ്താവന നടത്തി തിരിച്ചു പോകുന്നതല്ലാതെ LDF-ന് ഒരു കൺവീനർ ഉണ്ടോ? CPM-ന് സംസ്ഥാന സെക്രട്ടറി ഉണ്ടോ? നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എവിടെയാണ് സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യാൻ CPM എത്തിയിട്ടുള്ളത്? ഈ DYFI സഖാക്കൾ അവരുടെ തനി ഗുണ്ടാ സ്വഭാവവുമായി വഴിയിറങ്ങിയെന്നല്ലാതെ സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യാൻ LDF കൺവീനർ എപ്പോഴേലും എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. എന്റെ അഭിപ്രായം, ശ്രീ ആന്റണി രാജു, അദ്ദേഹം ഏതായാലും മന്ത്രിസ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന് 30ഓളം വരുന്ന സ്റ്റാഫുകൾക്ക് ആജീവനാന്തകാല പെൻഷൻ കിട്ടും, അതൊക്കെ സത്യമാണ്. ശ്രീ ആന്റണി, എനിക്ക് തോന്നുന്നു ഈ മാറ്റിവെച്ച നവകേരള സദസ്സ് അടുത്ത ദിവസം കളമശ്ശേരിയിലും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. ആന്റണി രാജുവിടെ പോയി ഒരു പരാതി ഗണേഷ് കുമാറിനെതിരെ എഴുതി കൊടുത്താൽ 2 ദിവസം കഴിയുമ്പോൾ ആന്റണി രാജുവിന്റെ ഫോണിൽ ഒരു മെസ്സേജ് വരും, യുവർ കംപ്ലൈന്റ് ഹാസ് ബീൻ രജിസ്റ്റേർഡ് വിത്ത് ദിസ് വകുപ്പ്, ഇന്ന വകുപ്പിൽ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഉടൻ തന്നെ ദിവസത്തിനുള്ളിൽ ഞങ്ങൾ പരാതി പരിഹരിക്കുമെന്ന് ആന്റണി രാജുവിന് ഒരു മെസ്സേജ് കിട്ടും. അതായിരിക്കും ആന്റണി രാജുവിന് ഇതിൽ ചെയ്യാനുള്ളത്. ഒരു കാര്യം കൂടെ, സലിം മടവൂരിന്റെ 1-2 കാര്യങ്ങൾക്ക് ഉത്തരമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന മഹാരാഷ്ട്രയിലെ അദ്ദേഹത്തിന്റെ യാത്രയെ പറ്റിയാണ്. സാർ, ഞാൻ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് KSRTC യാത്ര നടത്തിയ ഒരു കഥ പറയാം. കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര നടത്തുന്നതിനിടയിൽ 2 കിലോമീറ്ററിനിടയിൽ 3 ചക്രന്മാരാണ് ഒരു KSRTC ബസ്സിൽ കയറുന്നത്. 202 രൂപ GST അടക്കം ഞാൻ കൊടുക്കുന്ന ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി 3-4 കിലോമീറ്ററിനിടയിൽ 3 ചക്രമാർ കയറി ഇറങ്ങി പോവുകയാണ്. അവരുടെ സാലറി എത്രയാ? ഇപ്പൊ അങ്ങ് പറയുന്നുണ്ട് യാത്രക്കാരെ ആകർഷിക്കണം. എനിക്ക് നേരിട്ടറിയാവുന്ന ബസ് തൊഴിലാളികൾ, KSRTC ജീവനക്കാർ, അവർ പറയുന്ന ഡെയിലി കളക്ഷൻ ഏതാണ്ട് 30,000 രൂപയാണ്. ഇതിനു മുമ്പ് അവരുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. ചിലപ്പോഴൊക്കെ ട്രേഡ് യൂണിയൻസിന്റെ ഭാഗമായി ചില അഹങ്കാരവും ഹുങ്കും ഒക്കെ കാണിച്ചിട്ടുമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഈ ശമ്പളം കിട്ടാതായി കഴിഞ്ഞപ്പോൾ, അവരുടെ ജീവിതം പ്രതിസന്ധിയിലായി കഴിഞ്ഞപ്പോൾ അവർ അതിന്റെ അങ്ങേയറ്റം പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ബസ്സിൽ നിന്ന് 30,000 രൂപ പെർ ഡേ കളക്ഷൻ കൊണ്ടുപോയി. അവിടെയാണ് ശ്രീ വസന്ത് ചില സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഈ പണം അടക്കം ഈ ഗതാഗത മന്ത്രി ആയിരുന്ന ആന്റണി രാജു പറയുന്നത് എന്താണ്? നേരത്തെ ഉണ്ടായിരുന്ന 3,150 കോടി രൂപയുടെ കടം 2,900 കുറച്ചു, 1,000 കോടി പലിശയടച്ചു. ഇതൊന്നും ആന്റണി രാജു ചുമതലയേറ്റതിന് ശേഷം ഉണ്ടാക്കി വെച്ചതല്ലല്ലോ. അപ്പോൾ കാലാകാലങ്ങളിൽ സർക്കാരുകൾ മാറി മാറി വന്നപ്പോൾ ചെയ്യാതിരുന്ന പ്രവൃത്തികളുടെ ഒരു ഫലമാണ് ഇപ്പോഴത്തെ ജീവനക്കാർ അടക്കം അനുഭവിക്കേണ്ടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഗണേഷ് കുമാർ തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കും. ഇതിനു മുമ്പുണ്ടായിരുന്ന മന്ത്രി, അത് UDF or LDF, ഇതിന് ഗണേഷ് കുമാർ ആയിരുന്നല്ലോ. ഇപ്പൊ സലിം മടവൂർ പറഞ്ഞല്ലോ 4,000-ൽ പരം ബസ്സുകളെ ഓടുന്നുള്ളൂ. ഈ സർക്കാർ വന്നതിന് ശേഷം മേടിച്ചത് 800 ബസ്സുകളാണ്. ഈ സർക്കാരിന് KSRTC ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ, കഴിഞ്ഞ സർക്കാർ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ റണ്ണിങ്ങിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് 5,000-6,000-ൽ പരം ബസ്സുകൾ ഉണ്ടായിരുന്നിടത്ത് 800-ൽ പരം ബസ്സുകൾ അധികമായി മേടിച്ചിട്ട് 2,000 ബസ് ഓടിക്കാൻ സാധിക്കുന്നില്ല. 7 വർഷമായി നിങ്ങളുടെ കയ്യിലല്ലേ KSRTC. ഇനിയും
വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന UDF ഗവൺമെന്റിന്റെ കാലത്തെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ചെളിവാരി എറിയാൻ സാധിക്കുമോ? സാധിക്കില്ലെന്നേ. മുഖ്യമന്ത്രിയുടെ വണ്ടി ഓടിച്ച ഈ നവകേരള ബസിന്റെ 1.5 കോടിയുടെ ബസ് ഓടിച്ച ഡ്രൈവറിന് പോലും അരമാസത്തെ ശമ്പളം ഇപ്പോഴും പെൻഡിങ്ങിലാണ്. അവരുടെ ജീവിതത്തെ തകർക്കുന്ന രീതിയിൽ ഈ സർക്കാർ മുമ്പോട്ട് പോവുകയാണ്. CI2 ആണ് ആന്റണി രാജുവിന്റെ മന്ത്രിസഭയിൽ ഭരണം നടത്തിയത്. ആന്റണി രാജു അവിടെ നമ്മൾ ഈ ക്രിസ്മസ് പപ്പാഞ്ഞിയൊക്കെ ഇന്ന് വൈകിട്ട് കത്തിക്കുമല്ലോ ന്യൂ ഇയർ പ്രമാണിച്ച്. ആ ക്രിസ്മസ് ഇരിക്കുന്നത് പോലെ ആന്റണി രാജു ആ മന്ത്രിയായി അവിടെ ഇരുന്നു എന്നതിനപ്പുറത്തേക്ക് ഗണേഷ് കുമാർ വരുമ്പോൾ അതിന് മാറ്റമുണ്ടാകും. നമ്മൾ ഈ അഭിലാഷ് കേട്ടില്ലത്, ഗണേഷ് വന്നാൽ മാറ്റമുണ്ടാകുമോ? ഗണേശന് അതിനുള്ള ആർജവം ഉണ്ടാവും. പക്ഷെ എത്രത്തോളം എത്ര കണ്ട് പറഞ്ഞ് അതാണ് സംശയം. ആ ആർജവം എത്രത്തോളം പ്രാക്ടിക്കലാക്കാൻ പറ്റുമെന്നാണ്. ശ്രീ ജെയിംസ് വടക്കൻ, താങ്കളിലേക്ക് വരാൻ അല്പം വൈകിയിട്ടുണ്ട്, ക്ഷമിക്കുക. ഇവിടെ രാഷ്ട്രീയം ഒരു ഭാഗത്തുണ്ട്. കാരണം രാഷ്ട്രീയം കൂടി കലർത്തിക്കൊണ്ടാണ് ഈ ഗതാഗത മന്ത്രിമാർ അല്ലെങ്കിൽ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിയും തമ്മിലുള്ള പോര് എന്നത് തർക്കമില്ല. പക്ഷേ ആ പോരിലെല്ലാം വലയുന്നത് KSRTC ആണ്, അതിലെ ജീവനക്കാരാണ്, അതിനെ ആശ്രയിക്കുന്ന ജനങ്ങളാണ്. താങ്കളുടെ നിഗമനത്തിൽ ഇപ്പോൾ ഈ പുതിയ മന്ത്രി ചുമതലയേൽക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം പ്രസക്തമാണ്? അദ്ദേഹം ശ്രമിക്കാം എന്ന് പറയുന്നുണ്ട് KSRTCയെ ഒരു മാറ്റത്തിൻ്റെ പാതയിലൂടെ ഓടിക്കാൻ. അത് സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ ജെയിംസ് വടക്കൻ? അഭിലാഷേ, ഞാനൊരു കാര്യം പറയട്ടെ. ഇതുവരെ നമ്മൾ കേട്ടത് മുഴുവൻ രാഷ്ട്രീയമാണ്. എനിക്ക് രാഷ്ട്രീയം പറയാനല്ല താല്പര്യം. ഞാൻ കഴിഞ്ഞ 15 വർഷം പ്രതിദിനം 200 കിലോമീറ്റർ 100 കിലോമീറ്റർ അങ്ങോട്ടും 100 കിലോമീറ്റർ ഇങ്ങോട്ടും KSRTC ബസ്സിൽ യാത്ര ചെയ്ത് ജോലി ചെയ്ത ഒരു ബാങ്കറാണ്. അപ്പൊ എനിക്ക് KSRTCയിലെ ജീവനക്കാരെ കൃത്യമായിട്ട് അറിയാം. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലെടുക്കുന്ന ഒരു വിഭാഗം ജീവനക്കാര് KSRTCയിലെ ജീവനക്കാരാണ്. എന്നെ ഏറെ വേദനിപ്പിച്ചൊരു കാര്യം, ഈ 2023 ജനുവരി മാസം 21-ാം തീയതി ഈ ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് തൊഴിലാളികൾ കൊടുത്തൊരു കേസിനകത്ത് ഹൈക്കോടതിയിലെ ശക്തനായ ഒരു ജഡ്ജി എന്ന് നമുക്ക് അറിയാവുന്ന ദേവൻ രാമേന്ദ്രൻ ശക്തമായ നിലപാടെടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ അങ്ങനെ അന്യായിഞ്ഞാ പറയരുത്, നിങ്ങൾ കൃത്യമായ സാമ്പത്തിക സ്ഥിതി KSRTCയെ പറയാൻ പറഞ്ഞപ്പോൾ അവർ 28 പേജുള്ള ഒരു അഫിഡവിറ്റ് സത്യവാങ്മൂലം ഹൈക്കോടതി ഫയൽ ചെയ്തു. ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച 3 KSRTC ബന്ധപ്പെട്ടവരും അതെടുത്തൊന്ന് വായിക്കണം. എന്നെ ഏറെ വേദനിപ്പിച്ചത് അവര് പറയുന്നത് എല്ലാം കൊടുത്ത ശേഷം ഒരു മാസം കിട്ടുന്ന വരുമാനം എല്ലാം കൊടുത്ത ശേഷം മിച്ചം 35 കോടിയുണ്ട്. ആ 35 കോടി കൊണ്ട് ഞങ്ങൾ പകുതി ശമ്പളം കൊടുക്കാം, പിന്നെ സർക്കാർ 35 തന്നാൽ അടുത്ത ശമ്പളം കൊടുക്കാം എന്ന് പറഞ്ഞാല് ഒരു തൊഴിലാളി സർവാധിപത്യ പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് തൊഴിലാളിയുടെ ശമ്പളത്തിനാണോ ഏറ്റവും ലീസ്റ്റ് പ്രിഫറൻസ്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1988 തുടങ്ങി 35 വർഷമായിട്ട് ഈ KSRTC പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ 4ഓളം പഠന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഈ അസോസിയേഷൻ ഓഫ് STUസും RTC ആക്ടും പ്രകാരം അതിനകത്തെ ശമ്പളം, അതിനകത്തെ വരവ് ചെലവ് കണക്കെഴുതാണ്ട് ഫോർമാറ്റ് തന്നെ ആ നിയമത്തിലുണ്ട്. അതിലെ ഒന്നാമത്തെ എക്സ്പെൻഡിച്ചർ ഹെഡ് എന്ന് പറഞ്ഞ സാലറിയാണ്. എന്ന് പറഞ്ഞാൽ ശമ്പളം കൊടുത്ത ശേഷം മാത്രമേ ബാക്കി എല്ലാത്തിനും വകതിരിക്കാമെന്ന് പറയുന്നത്. അപ്പൊ ശമ്പളത്തിന് ലാസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത ഒരു വേദനാജനകമായ അവസ്ഥയൊക്കെയാണ് ഈ കടന്നു പോകുന്നത്. അതെന്തുകൊണ്ടായിരിക്കാം ശ്രീ ജെയിംസ് വടക്കൻ? താങ്കൾ തന്നെ പറഞ്ഞല്ലോ, തൊഴിലാളികൾക്ക് പരിഗണന നൽകുന്ന ഒരു സർക്കാർ ഇരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്ന്. അത് ഞാൻ ഇതിലേക്ക് വരികയാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 25,969 ജീവനക്കാരും 41,333 പെൻഷൻകാരും അടക്കം 67,302 കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണ് KSRTC. അതവിടെ നിൽക്കട്ടെ. ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം ഏതാണ്ട് 21 ലക്ഷം യാത്രക്കാർ പ്രതിദിനം KSRTC യാത്ര ചെയ്യുന്നുണ്ട്. നമ്മളുടെ കാര്യം മനസ്സിലാക്കണം, ഈ ശമ്പളം കൊടുക്കാതെ അവന്റെ വീട്ടിലെ പ്രാരാബ്ധമായിട്ട് ഈ വണ്ടി ഓടിക്കുന്ന ജീവനക്കാരന്റെ ഡ്രൈവറിന്റെ കണ്ണൊന്ന് തെറ്റിയാല് മരിക്കുന്ന എത്ര പേരായിരിക്കും? അപ്പൊ അതിനകത്തൊരു വലിയ സാമൂഹിക എന്നാ പറയുന്ന ഒരു വലിയ ക്രൈം ഉണ്ട് അതിനകത്ത്, ശമ്പളം കൊടുക്കാത്തതിനകത്ത്. അതുകൊണ്ടാണ് ഞാനിത് പഠിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി നമ്മുടെ കാര്യം മനസ്സിലാക്കണം. ഇതുവരെ ആരും പറയാത്തൊരു കാര്യമുണ്ട്. KSRTCയിലെ ഒരു ദിവസത്തെ ശരാശരി വരുമാനം 1 കിലോമീറ്റർ ഓടിയാൽ കിട്ടുന്ന 52 രൂപ 81 പൈസ, അല്ലെങ്കിൽ 53 രൂപ എന്ന് പറഞ്ഞു. KSRTC ഒരു ദിവസത്തെ ചെലവ്, 1 കിലോമീറ്റർ ഓടിക്കാനുള്ള ചെലവ് എന്ന് പറയുന്നത് 74 രൂപയാണ്. ഈ 74 രൂപ എങ്ങനെയാണ് ചെലവാകുന്ന പഠിക്കുമ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയ നേതാക്കന്മാരും ഉത്തരം മുട്ടും. കാരണം അതിനകത്ത് 16 രൂപ 31 പൈസ 1 കിലോമീറ്ററിന് പെൻഷൻ ചെലവുണ്ട്. പെൻഷൻ ചെലവ് എന്ന് പറയുന്നത് യാത്രക്കാരോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തൊഴിലാളികളോ വഹിക്കേണ്ട കാര്യമല്ല. നമ്മളെ മറിയക്കുട്ടി കേസിനകത്ത് കേട്ടായിരുന്നല്ലോ, പെൻഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി അല്ല എന്ന് പറഞ്ഞത്. എന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും KSRTC സ്ഥാപനങ്ങളിൽ പെൻഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ പെൻഷൻ ലയബിലിറ്റി ഇവിടുത്തെ സ്റ്റാറ്റ്യൂട്ട് ലയബിലിറ്റി അല്ല. അങ്ങനെ 16 രൂപ 31 പൈസ സർക്കാർ വന്നിട്ട് KSRTC കൊടുത്തതാണ്. അപ്പൊ ആ 16 രൂപ 31 പൈസ ചെലവ് ആര് സഹിക്കണം? സർക്കാർ സഹിക്കണം. ഇനി അടുത്തത്
കാലാകാലങ്ങളിലെ ഭരണം നടത്തിയവര് ഭരിച്ചു മുടിച്ചപ്പം എടുത്ത വായ്പയാണ് 3100 കോടി രൂപ. അതിനിപ്പം ഓരോ കിലോമീറ്ററിനും 6 രൂപ 93 പൈസ പലിശയും തിരിച്ചറിവ് അടച്ചുകൊണ്ടിരിക്കുക. ഫലത്തിൽ 1 കിലോമീറ്ററിൽ 23 രൂപ 24 പൈസ ഈ യാത്രക്കാരുടെയോ ജീവനക്കാരുടേതോ അല്ലാത്തതിന്റെ പേരിൽ ചെലവായിക്കൊണ്ടിരിക്കുക. സത്യത്തില് KSRTC 1 കിലോമീറ്റർ വണ്ടി ഓടിക്കാൻ ചെലവാകുന്ന 50 രൂപ 89 പൈസയാണ്. ഞാൻ തെളിയിച്ചു തരാം. 52 രൂപ 81 പൈസ വരുമാനമുള്ളിടത്ത് 50 രൂപ 89 പൈസ ചെലവാകുമ്പോൾ 1 രൂപ 92 പൈസ ഇന്നോടുന്ന ഓരോ KSRTCക്ക് ലാഭമാണ്. എന്ന് പറഞ്ഞാല് ഈ പെൻഷന്റെയും ഈ പലിശയുടെയും ബാധ്യത സർക്കാർ അങ്ങ് വഹിച്ചാൽ പോരെ. ഇനി അതവിടെ നിൽക്കട്ടെ, അത് വലിയൊരു മാനേജ്മെന്റ് തന്ത്രമാണെന്ന് കൂട്ടിക്കോ. ഈ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് സർക്കാർ 30 കോടി തന്നാൽ ഞങ്ങൾ ശമ്പളം കൊടുക്കാമെന്ന്. എനിക്ക് മനസ്സിലാകാത്തത് 4 ലക്ഷം കോടി രൂപയുടെ കടമുള്ള ഒരു സംസ്ഥാന സർക്കാരിന് 5-ാം തീയതിയോ 10-ാം തീയതിയോ KSRTC കൊടുക്കുന്ന 30 കോടി രൂപ 1-ാം തീയതി രാവിലെ കൊടുത്താല് ഈ KSRTCയുടെ പേരിൽ കഴിഞ്ഞ 1 വർഷം ഉണ്ടായ ശമ്പളം കുടിശ്ശിയാക്കുന്ന അപമാനം നിർത്താൻ പറ്റിയല്ലായിരുന്നോ? എനിക്ക് തോന്നുന്നത് ധനകാര്യമന്ത്രിയോ അല്ലെങ്കിൽ ഗതാഗത മന്ത്രിയോ ഈവൻ മുഖ്യമന്ത്രി പോലുമോ ഈ വിഷയത്തിൽ സീരിയസ് ആയ പഠനം നടത്തിയിട്ടില്ല. LDF നേതാവും നടത്തിയിട്ടില്ല. കൃത്യമായിട്ട് അവർ പറഞ്ഞല്ലോ, ഹൈക്കോടതി അഫിഡവിറ്റ് പറഞ്ഞു ഞങ്ങളുടെ 35 കോടി അല്ല. അങ്ങനെ പ്രത്യേകിച്ച് ഈ ട്രേഡ് യൂണിയൻ നേതാവ് ഇപ്പോൾ അന്തരിച്ചു പോയി അദ്ദേഹം, ഈ ആനത്തലവട്ടം ആനന്ദനെ പോലെയൊക്കെയുള്ള നേതാക്കൾക്ക് പാർട്ടിയുമായും സർക്കാരുമായും ഒക്കെ എത്രയോ സ്വാധീനമുണ്ടായിരുന്നു. നമുക്ക് മറ്റ് ട്രേഡ് യൂണിയനുകളൊക്കെ മാറ്റിവെക്കാം. അപ്പോൾ പോലും താങ്കൾ ഈ പറഞ്ഞ കണക്ക്, എനിക്കതിനെ സാങ്കേതികമായി ശരിയെന്നൊന്നും പറയാനുള്ള അറിവില്ല, പക്ഷെ അങ്ങനെയൊന്നാണ് എങ്കിൽ താങ്കൾ ഈ പറയുന്നത് പോലെ അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയി എന്ന് പറയാൻ സാധിക്കുമോ ശ്രീ ജെയിംസ് വടക്കൻ? സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 30 കോടി രൂപ ഒരു മാസം 1-ാം തീയതി കൊടുത്താല് ഈ KSRTCയുടെ നിലവിലെ ശമ്പള കുടിശ്ശിക ഇല്ലാതെ, ഇൻസ്റ്റോൾമെന്റ് ശമ്പളം ഇല്ലാതെ 1-ാം തീയതി തന്നെ കൊടുക്കാൻ പറ്റും എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആള് തന്നെ ബിജു പ്രഭാകറാണല്ലോ. അദ്ദേഹം സമ്മതിക്കുമല്ലോ. ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീ അജയ്കുമാർ, ഈ ജെയിംസ് വടക്കൻ പറയുന്ന പോയിന്റ് താങ്കൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ? അത് KSRTCയുടെ ശരാശരി വരുമാനം 220 കോടി രൂപയാണ് ഇപ്പോൾ. നമുക്കറിയാം, കോവിഡിന് മുമ്പ് 6500 ബസ് ഉണ്ടായിരുന്നപ്പോൾ ഒരു ദിവസത്തെ വരുമാനം 190 കോടിയായിരുന്നു. ഇന്നിപ്പോൾ അത് 4300 ബസ്സായപ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ 220 കോടി രൂപ ഒരു ദിവസം വരുമാനം. അതിനോടൊപ്പം സർക്കാരിൻ്റെ 50 കോടിയും കൂടെ ചേരുമ്പോൾ 270 കോടിയായി. KSRTC മാനേജ്മെന്റ് തന്നെ പറയുന്നു 240 കോടി രൂപ വരുമാനമുണ്ട് എങ്കിൽ, അതായത് ഒരു ദിവസം 8 കോടി രൂപ വെച്ച് 240 കോടി രൂപ വരുമാനം ഉണ്ടെങ്കിൽ തന്നെ ഇത് ബ്രേക്ക് ഈവനായി പോകുന്നതാണ്. അങ്ങനെ ഒരു കണക്ക് വരുമ്പോഴും ഇത്തരം അസിസ്റ്റൻസ് ചെയ്യുമ്പോഴും വരുമാനം ഉണ്ടാകുമ്പോഴും KSRTC ജീവനക്കാരന് ശമ്പളത്തിന് വേണ്ടി ഇങ്ങനെ സമരം ചെയ്യേണ്ട സ്ഥിതി വന്നതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടു KSRTCയുടെ വരവ് ചെലവ് കണക്കുകൾ അത് വിശദമായി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു ഓപ്പൺ ബുക്കായി വെക്കണമെന്ന്. അത് എനിക്ക് തോന്നുന്നു ഗണേഷ് കുമാറും അത് പറഞ്ഞു എന്ന് തോന്നുന്നു. ഞങ്ങളത് ഓപ്പൺ ബുക്കാക്കി വെക്കണമെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം മാനേജ്മെന്റിന്റെ കണക്ക് ഞങ്ങൾക്ക് തരികയും ചെയ്തു. പക്ഷെ ആ കണക്ക് തൃപ്തികരമല്ല. ആ കണക്കിൽ ഞങ്ങൾ വ്യക്തമായ ആ തന്ന കണക്കിലുള്ള ആ കണക്ക് ഈ വിശദാംശങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അത് വിശദമായ ചർച്ചയ്ക്ക് വീണ്ടും വെച്ചിട്ടുണ്ട്. അടുത്ത മാസം വിശദമായ കണക്ക് തരാമെന്ന് മാനേജ്മെന്റ് ഏറ്റിട്ടുണ്ട്. അവിടെ ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, ഈ ആന്റണി രാജ് പറഞ്ഞതനുസരിച്ച് 2014 വരെ ഓഡിറ്റിംഗ് ഒക്കെ നടന്നിട്ടുള്ളൂ, അതിനുശേഷം 22 വരെയൊക്കെ ആക്കിയത് തൻ്റെ കാലഘട്ടത്തിലാണ് എന്നുകൂടിയൊക്കെ ആന്റണി രാജു മറുപടി പറഞ്ഞിരുന്നു. അല്ല, അങ്ങനെ ഒരു കണക്ക് ഉണ്ട് എങ്കിൽ ഞങ്ങൾ ഈ കണക്ക് ചോദിച്ചത് ഒരു ദിവസം കൊണ്ട് ചോദിച്ചതല്ല. അതായത് KSRTCയുടെ മാനേജ്മെന്റിന്റെ മീറ്റിംഗിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ നിരവധി മീറ്റിങ്ങുകളിൽ തുടർച്ചയായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം കട്ടൻട്രി ആയിട്ട് ഞങ്ങൾ രേഖാമൂലം ഞങ്ങളുടെ ലെറ്റർ പാഡിൽ ഞങ്ങൾ കത്ത് കൊടുത്തു. അങ്ങനെ കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലായി ശ്രീ ബിജു പ്രഭാകർ അവർ മറ്റ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തിയാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു കണക്കുണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 27-ാം തീയതി ആ മീറ്റിങ്ങിൽ അത്തരത്തിലൊരു കണക്ക് തന്നാൽ ഇങ്ങനെ ഒരു ആക്ഷേപം ഞങ്ങൾ ഉന്നയിക്കില്ലല്ലോ. വസ്തുത അതല്ലേ. അപ്പോൾ വസ്തുതയിൽ നിന്ന് ഒളിച്ചോടുന്നത് ശരിയല്ല. നിലവിൽ ഉള്ള മന്ത്രി അദ്ദേഹം പറഞ്ഞ ചില പരാമർശങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യം, ഒന്ന്, ഇപ്പോൾ KSRTCയിൽ
ഈ തുച്ഛമായ വരുമാനത്തിൽ അതായത് ഗവൺമെന്റിന്റെ ജീവനക്കാരന് കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരനെ ഇപ്പോൾ തലങ്ങും വിലങ്ങും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതെ, ആ ട്രാൻസ്ഫർ നടപടി അത് മാനദണ്ഡപ്രകാരം ട്രാൻസ്ഫർ ചെയ്ത് ക്രമീകരിക്കണം. ആ ട്രാൻസ്ഫർ അവനെ വീടിനടുത്ത് പണിയെടുക്കാനുള്ള അവസരം കൊടുക്കണം. അത്തരത്തിൽ HR-നാണല്ലോ അദ്ദേഹം പ്രാധാന്യം കൊടുക്കുമെന്ന് പറയുന്നത്. അതായത് ഈ മന്ത്രി ചുമതല ഏൽക്കുന്നതിന് തൊട്ട് മുമ്പാണല്ലോ ഈ ട്രാൻസ്ഫർ. അല്ല, ജനറൽ ട്രാൻസ്ഫർ എന്നൊരു സംവിധാനം KSRTC-യിൽ ഇറങ്ങി. ആ ട്രാൻസ്ഫറിൽ ഇപ്പോൾ എത്രയോ 119 എത്ര പേർക്കാണ് കൂട്ട ട്രാൻസ്ഫർ നൽകിയിട്ടുള്ളത്? അല്ല, കൂട്ട ട്രാൻസ്ഫർ KSRTC-യിലെ മൊത്തം ഡ്രൈവർ കണ്ടക്ടർ വിഭാഗം, ഡ്രൈവർ കണ്ടക്ടർ മെക്കാനിക്കൽ വിഭാഗത്തിൽ ട്രാൻസ്ഫർ ഇറങ്ങിയിട്ടുള്ളത്. താങ്കൾ പറയുന്നത് അല്ല, അതിൽ മാനദണ്ഡം പാലിച്ചിട്ടില്ല എന്ന വസ്തുതയാണ്. അതിൽ അനോമലി ഉണ്ട്. ആ അനോമലി അതിലെ രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്നുള്ള വസ്തുതയാണ്. ആ വിഷയത്തില് ട്രേഡ് യൂണിയൻ എന്ന നിലയ്ക്ക് ഞങ്ങളൊരു പരാതി കൊടുക്കുകയും ആ പരാതി ഈ ശബരിമല സീസൺ നിൽക്കുന്നത് കൊണ്ട് അത് പരിഹരിക്കാൻ കഴിയില്ല എന്നും ജനുവരി മാസം 20 കഴിഞ്ഞതിന് ശേഷം പരിഹരിക്കാമെന്ന് പറയുമ്പോൾ ആ വിഷയത്തിൽ ഈ ബഹുമാനപ്പെട്ട ആന്റണി രാജു സാറ് മന്ത്രിയായിരുന്ന സമയത്തും ഇപ്പോൾ ഇദ്ദേഹം മന്ത്രി ആയി ചുമതലയേക്കുന്നതിന് മുൻപും 2 പ്രാവശ്യം അതിന്റെ അട്ടിമറി ട്രാൻസ്ഫർ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ പറയുന്നു, ഇതിൻ്റെ അകത്ത് സുതാര്യമായ രീതിയിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട പുതിയ ഗണേഷ് കുമാർ അവർ പറയുന്നത് പോലെ HR-നാണ് പ്രാധാന്യമെങ്കിൽ ജീവനക്കാരന് ഫ്രണ്ട്ലി ആയി അവന് വീടിനടുത്ത് ജോലി ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കണം. ശരി, 1. 2, ഈ KSRTC-യുടെ കടജടഭാരം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ LDF സർക്കാരിന്റെ ആ നയം നടപ്പിലാക്കണം. അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാം, നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് കിഫ്ബി എന്നൊരു പ്ലാറ്റ്ഫോം സർക്കാർ രൂപീകരിച്ചത്. ആ നാടിന്റെ വികസനത്തിന് വേണ്ടി കിഫ്ബി എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നും KSRTC-ക്ക് നൽകേണ്ട പണത്തിന്റെ പണം അത് സ്വിഫ്റ്റ് എന്നൊരു കമ്പനി ഉണ്ടാക്കി. ആ കമ്പനിക്ക് ബസ് വാങ്ങി KSRTC-ക്ക് വാടകയ്ക്ക് ഇത് കൊടുത്തു. അങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്നതിലൂടെ ഒരു ദിവസം 1 ലക്ഷം കിലോമീറ്റർ സ്വിഫ്റ്റ് സർവീസ് നടത്തുന്നു. അതിന് 10 ലക്ഷം രൂപ KSRTC വാടക അങ്ങോട്ടടക്കുകയാണ്. സ്വിഫ്റ്റ് അടക്കം നേരത്തെ ചർച്ച ചെയ്തത് കൊണ്ടാണ്. എന്തായാലും ഇവിടെ മറ്റേതെങ്കിലും ഒരു ലക്ഷ്യം ഈ സർക്കാർ മുന്നിൽ കാണുന്നുണ്ടോ, എന്തെങ്കിലും ഉദ്ദേശമുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരുപക്ഷെ ഈ KSRTC-യെ ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ ഈ സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ തുറന്നു കൊടുക്കുക എന്നൊക്കെയുള്ള ചില ആക്ഷേപങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഒരു ഗതാഗതം, അതായത് ഈ ഏതൊരു സർക്കാർ ഭരിച്ചാലും കുടിവെള്ളം, വിദ്യാഭ്യാസം, വൈദ്യുതി, ആരോഗ്യം, പൊതുഗതാഗതം സർക്കാർ നയമാണ്. ആ സർക്കാർ നയം നടപ്പിലാക്കുമ്പോൾ ആ സർക്കാർ നയത്തില് അതുകൊണ്ടാണ് KSRTC-യിൽ ജീവനക്കാരെ നിയമിക്കുമ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിയമിക്കുന്നത്. ശരി, അങ്ങനെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിയമിച്ച് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരവാദിത്തപ്പെട്ട നിലയ്ക്കാണ്. അതാണ് ഞാൻ സ്വിഫ്റ്റ് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എങ്കിലും ഞാൻ എടുത്തു പറഞ്ഞത്. കാരണം പലയാവർത്തി ചർച്ച സ്വിഫ്റ്റിലെ ജീവനക്കാരൻ ഞാൻ അവരെ മോശക്കാരായി കാണുന്നതല്ല. പക്ഷേ ഇന്ന് KSRTC ഒരു ഡ്രൈവിംഗ് സ്കൂളായി സ്വിഫ്റ്റ് മാറിയിരിക്കുകയാണ്. ട്രെയിനിങ്ങിന് ഒരു ബസ് പോലെ നിങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ വന്ന് നോക്കൂ. നമുക്കറിയാം, ഇന്നിപ്പോ സ്വിഫ്റ്റ് ബസ്സിന് 359 ബസ് KSRTC വാങ്ങിയിട്ടുണ്ട്. ആ 359 ബസ്സിൽ എത്ര ബസ് നന്നായി പോകുന്നു എന്നുള്ളത് ഇവിടെ പറഞ്ഞ എന്താണ്? സ്വിഫ്റ്റിന് ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. സ്വിഫ്റ്റ് ബസ് വന്നാൽ അത് ജനങ്ങൾക്ക് വലിയ സൗകര്യപ്രദമായ രീതിയിലുള്ള സൗകര്യം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അത് കഴുകി വൃത്തിയാക്കി ജനങ്ങൾക്ക് എല്ലാ സൗകര്യം ചെയ്യുമെന്ന് പറഞ്ഞു. പാപ്പനംകോട് ഡിപ്പോയിൽ നിങ്ങൾ പോയി പരിശോധിച്ചാൽ അറിയാം ഇവിടുത്തെ ഇലക്ട്രിക്കൽ ബസ് കഴുകിയിട്ട് എത്ര ദിവസമായെന്ന്. അപ്പോ കുത്തഴിഞ്ഞ ഒരു സംവിധാനമാണ്. വളരെ വ്യക്തമാണ് താങ്കൾ പറഞ്ഞത്. ഇത് ഈ പൊതുഗതാഗതത്തെ നശിപ്പിക്കുക എന്നുള്ള ഒരു നയം അതൊരു രഹസ്യ അജണ്ടയാണ്. അത് യാതൊരു തർക്കവുമില്ല. അത് KSRTC-യെ ജനങ്ങൾക്ക് വേണ്ടി, ഇത് ഒരു കൂട്ടം തൊഴിലാളിക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഇത് ജനങ്ങളുടെ സ്വത്ത്, പൊതു സ്വത്ത് പാർട്ടി സ്വത്താക്കുന്ന നടപടിയിലേക്ക് പോകരുത് എന്നുള്ളതാണ്. ഇവിടെ ഒരു ഭാഗത്ത് രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു KSRTC-യുമായി ബന്ധപ്പെട്ട സ്വിഫ്റ്റ് കമ്പനി രൂപീകരിക്കും. അതിന് നൽകുമ്പോഴൊക്കെ ദിവസങ്ങളോളം ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ശ്രീ ജെയിംസ് വടക്കൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ തൊഴിലാളികളുടെ മാനസികാവസ്ഥ, 30-36 മണിക്കൂറും ഒക്കെ തുടർച്ചയായി ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ മാനസികാവസ്ഥ, തുടർച്ചയായി ഡ്യൂട്ടി, ഇതെല്ലാം പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്തു വന്നതാണ്. പക്ഷേ നമ്മുടെ ഫോക്കസ് ഇപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ മന്ത്രിമാർ തമ്മിലുള്ള ഒരു പോരും കൂടി ആയതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഇവിടെ നേരത്തെ ശ്രീ വസന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ
ഇത് പലപ്പോഴും യൂണിയൻകാർ അല്ലെങ്കിൽ ഇടതുപക്ഷ യൂണിയൻകാരുടെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് മന്ത്രിക്ക് പോലും ചലിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്ന നിരീക്ഷണമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ചർച്ചയിൽ പങ്കെടുത്ത ഒരു വ്യക്തി പറഞ്ഞത് 8ഓളം MD-മാർ അടക്കം മാറി വരുന്നു, അല്ലെങ്കിൽ രാവിലെ MD-യെ ചുമതലയെടുക്കുന്ന ആൾ രാത്രിയിലെ KSRTC-യിൽ ആ ചുമതലയിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന രീതിയിൽ ആണ് അദ്ദേഹം പറഞ്ഞത്. ഇനിയിപ്പോൾ ഗണേഷ് കുമാർ വരുന്നു, ഗണേഷ് കുമാർ വലിയ പ്രതീക്ഷയൊക്കെ പല ആളുകളും വെച്ചു പുലർത്തുന്നുണ്ട്. പക്ഷേ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ വലിയൊരു മാറ്റം ഗണേഷിലൂടെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാമോ ശ്രീ സലീം മടവൂർ? ആദ്യമായിട്ട് നിങ്ങളിവിടെ സംസാരത്തിൽ ഒരു തെറ്റിദ്ധാരണ നേരത്തെ വരുത്തുന്നുണ്ട്. ആ, ശ്രീ KB ഗണേഷ് കുമാർ, അഭിലാഷ് അല്ല ഈ ചർച്ചയില്, അഭിലാഷ് KB അല്ല, അതെ പറയാം. ഈ KB ഗണേഷ് കുമാർ ആർക്കാണ് മന്ത്രിസ്ഥാനം കൈമാറി കൊടുത്തത്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആഭ്യന്തര വകുപ്പ് മന്ത്രിസ്ഥാനത്ത് നിന്ന് കോൺഗ്രസിലെ പടലപ്പിണക്കം കാരണം തെറിപ്പിക്കപ്പെട്ട എടുത്തു മാറ്റപ്പെട്ട തിരുവഞ്ചൂർ വന്നു വീണത് ഗതാഗത വകുപ്പിലാണ്. അപ്പൊ ഇഷ്ടമില്ലാതെ കോൺഗ്രസിലെ ആഭ്യന്തര കലഹം കാരണം ഈ ഗതാഗത വകുപ്പിന്റെ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതിനെ അനാഥമാക്കിയെന്നായിരിക്കണം ഒരു പക്ഷേ ശ്രീ KB ഗണേഷ് കുമാർ ഉദ്ദേശിച്ചത്. തന്നെയല്ല, അദ്ദേഹമാണ് ഇതിന്റെ എല്ലാ അങ്ങനെ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ല. അങ്ങനെയെങ്കിൽ ഇക്കാര്യം താങ്കളെക്കാൾ കൃത്യമായി അറിയേണ്ടത് ആന്റണി രാജുവിനാണ്. ആന്റണി രാജു അങ്ങനെ ഒരു പരാമർശമൊന്നും നടത്തിയില്ല. അല്ല, ഞാൻ പറയട്ടെ. അപ്പോ ഈ KSRTC-യുടെ എല്ലാ സ്ഥാപന ജംഗമ സ്വത്തുക്കളും പണയം വെച്ചുകൊണ്ട് വലിയ പലിശക്ക്, വലിയ പിഴപ്പലിശ കൊടുത്തുകൊണ്ട് ലോൺ എടുത്തുകൊണ്ട് കാര്യങ്ങൾ നടത്തിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കാലത്താണ്. അപ്പൊ അതിന്റെ പലിശയാണ് നേരത്തെ സാറ് പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അത് അവതരിപ്പിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ 6 രൂപ ശിഷ്ടം ഓരോ മാസവും കൊടുക്കുന്ന ഇത്രയും വലിയ കൂടിയ പലിശക്ക് KSRTC-യുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ പണയം വെച്ചുകൊണ്ട് വലിയ പലിശക്ക് വാങ്ങിയ കടത്തിനുള്ള പലിശ കൊടുക്കുകയാണ്. അല്ല, പക്ഷേ അവിടെയാണ് പ്രശ്നം. അവിടെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതൊക്കെ ഏറ്റെടുക്കുമെന്ന് നേരത്തെ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അല്ല, എന്നിട്ടും അഭിലാഷെ തൊഴിലാളികളോട് നമുക്ക് വളരെ സങ്കടമുണ്ട്. ഏത് തൊഴിലാളി ആയാലും 1-ാം തീയതി ശമ്പളം കിട്ടണം. അതിനൊന്നും ഞാൻ ഒരു തരത്തിലും ന്യായീകരിക്കില്ല. ഗവൺമെന്റ് എന്ത് വില കൊടുത്തു 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ തയ്യാറാവണം. പെൻഷൻ അതും ഒരു പഠന വിധേയമാക്കണം. നല്ല ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ KSRTC-യിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വെക്കാൻ സ്വയം തയ്യാറാവണം. പല ആളുകൾ ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകൾ KSRTC പോലുള്ള സ്ഥാപനം അതിലെ ജീവനക്കാർ ശമ്പളം വാങ്ങാതെ ജോലി ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേക അടിവരയിട്ട് പറയാണ്, ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണ് പലരും. സ്വകാര്യ വാഹന വ്യവസായം നടത്തുന്ന ആളുകളുണ്ട്. അവരൊക്കെ തന്നെ സ്വയം മുന്നോട്ട് വന്നുകൊണ്ട് ഇതേക്കുറിച്ച് ഒരു പഠനം നടത്തിക്കൊണ്ട് അതിനൊക്കെ ഒരു പരിഹാരം, അതായത് വാർദ്ധക്യകാലത്ത് ജീവിതം എന്താ പറയാ സുരക്ഷിതമാക്കാനാണ് പെൻഷൻ. അപ്പൊ അതേക്കുറിച്ച് ഒരു പഠനം നടത്തണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. കാരണം അത്തരം ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം. പൊളിയാണ്. തൊഴിലാളിക്ക് പിടിച്ചുകിട, അവർക്ക് 1-ാം തീയതി ശമ്പളം കൊടുക്കണം. അപ്പൊ അത് കൊടുക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല എന്ന് തന്നെയാണ് എന്റെ നിലപാട്. അതോടൊപ്പം നേരത്തെ ഈ സംഘിന്റെ നേതാവ് പറഞ്ഞു ഇവിടെ അവര് വളരെ ആത്മാർത്ഥ, പക്ഷെ അവരൊരു കാര്യം ചെയ്യണം. ഈ KSRTC അടക്കമുള്ള ദീർഘദൂര സർവീസിനെ പൊളിക്കാനാണ് പുതിയ ഗതാഗത നിയമം വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിയമത്തെ പിടിച്ചുകൊണ്ടാണ് ഈ റോബിൻ ബസ് ഇവിടെ സർവീസ് തുടങ്ങുന്നത്. ഭാവിയിൽ കുത്തക കമ്പനികൾ വന്നുകൊണ്ട് ഇതേ രൂപത്തിൽ ദീർഘദൂര സർവീസുകൾ ബോർഡ് വെച്ചുകൊണ്ട് അവര് യാത്ര തുടങ്ങിയാൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമത്തിൽ പിടിച്ചുകൊണ്ട് ഇതേപോലെ സർവീസ് തുടങ്ങിയാൽ ഉള്ള സർവീസുകളും ഇല്ലാതായി പോകും. KSRTC പൂർണ്ണമായി തകരും. അപ്പൊ അങ്ങനെ തകരുന്ന സമയത്ത് അതിനെതിരെയാണ് അവർ സമരം ചെയ്യേണ്ടത്. ഇവിടെ കേരളത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ശമ്പളം തരും, നിങ്ങളുടെ പെൻഷൻ മുടക്കില്ല. എങ്ങനെയെങ്കിലും ഗവൺമെന്റ് വായ്പ വാങ്ങിയിട്ടാണെങ്കിലും 1.5 വർഷമായി ശമ്പളത്തിന്റെ അരിയർ പോലും കൊടുത്തിട്ട് കൃത്യമായി ശമ്പളം നൽകുമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. കേരളത്തിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രിയാണ് KSRTC തൊഴിലാളിയോട് പറഞ്ഞത് എല്ലാ മാസവും കൃത്യമായി 5-ാം തീയതിക്ക് മുമ്പ് ശമ്പളം നൽകുമെന്ന്. അല്ല, ഈ ഉള്ള സാമ്പത്തിക ഞെരുക്കത്തിൽ കടം വാങ്ങാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ സാമ്പത്തിക ഞെരുക്കത്തിലുള്ള ഒരു ഗവൺമെന്റ് അപ്പോഴും സാമ്പത്തിക ഞെരുക്കം കേരളത്തിൽ മാത്രമല്ലല്ലോ, സാമ്പത്തിക ഞെരുക്കം എല്ലായിടത്തും ഉണ്ട്. അല്ല, എന്റെ അഭിപ്രായം പോരാ, കൂടുതൽ കൊടുക്കണം. KSRTC-യുടെ ശമ്പളം 1-ാം തീയതി തന്നെ കൊടുക്കണം. പെൻഷൻ 1-ാം തീയതി തന്നെ കൊടുക്കണം, 2-ാം തീയതി കൊടുക്കണം. അതിലപ്പുറം കടക്കാൻ പാടില്ല. പക്ഷേ നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ അതിൽ നിന്നുകൊണ്ട് കൊടുക്കുന്ന ഗവൺമെന്റ്. പക്ഷെ ഈ സംവിധാനം തന്നെ പൊളിക്കുന്ന പരിപാടിയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അതേക്കുറിച്ച് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? അജയ്കുമാർ, വളരെ പെട്ടെന്ന് നമുക്ക് ചർച്ചയുടെ അവസാനം. STU സ്റ്റാറ്റസ് അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമാണ്. എന്തിനാണ് റോബിൻ ബസിനെ വകഞ്ഞളെ പിടിച്ച് എങ്ങനെ MVD-കാർ പെറ്റിയടിക്കുന്നു അങ്ങനെ പല നാടകങ്ങളും നടത്തിയത്?
സ്റ്റേജ് ഗാരേജ് സംവിധാനം ഓടാനുള്ള അധികാരം അതാത് സർക്കാരുകൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് അതിനെ കേന്ദ്രം ഒന്നും മാറ്റിയിട്ടില്ല. കേന്ദ്രത്തിൻ്റെ നിയമത്തെ അത് നിങ്ങൾ വളച്ചൊടിക്കേണ്ട കാര്യമില്ല. STU സ്റ്റാറ്റസ് അത് സർക്കാരിൻ്റെ ഭാഗമല്ല എങ്കിൽ സർക്കാർ ഒരു ഉത്തരവിറക്കട്ടെ. സർക്കാർ എന്തിനാണ് പിന്നെ ആ ബസ്സിനെ വഴി തടഞ്ഞത്? അപ്പോൾ അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ആ അഗ്രിഗേറ്റഡ് ട്രാൻസ്പോർട്ട് നിയമത്തെ അതിൽ വെള്ളം ചേർത്തുകൊണ്ടുള്ള ഒരു നടപടി, അങ്ങനെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അത് ഒരിക്കലും അടിസ്ഥാനവുമല്ല, അത് ഭൂഷണവുമല്ല. KSRTC ഇന്നിപ്പോ ഈ STU സ്റ്റാറ്റസിന് ഇപ്പോൾ റോബിൻ ഹൂഡ് മാത്രമല്ല ഓടുന്നത്. ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിരവധി സ്വകാര്യ വാഹനങ്ങൾ കോൺട്രാക്ട് ഗാരേജ്, സ്റ്റേജ് ഗാരേജായി ഓടുന്നുണ്ട്. അതിപ്പോ തുടങ്ങിയതാണോ? വർഷങ്ങളായി തുടങ്ങിയത്. എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല? KSRTC 22% നിന്ന് ഇപ്പോൾ 18% ഓപ്പറേറ്റ് ചെയ്യുന്നത്. കേരളത്തിൽ 18%, ബാക്കിയുള്ളതെല്ലാം ഈ പറയുന്ന കോൺട്രാക്ട് ഗാരേജാണ്. എന്തായാലും നമുക്ക് അതും മറ്റൊരു വിഷയമാണ്. എന്തായാലും ശ്രീ വസന്ത, ശ്രീ സലീം മടവൂർ, ആ വിഷയം, അതായത് ഈ റോബിൻ ബസ്സൊക്കെ നമ്മൾ എത്രയോ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നമുക്ക് അതും കൂടുതൽ ചർച്ച ചെയ്ത് പരസ്യമായി രംഗത്ത് വന്നത് BMS മാത്രമാണ്. ശ്രീ വസന്ത്, ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമാവുകയാണ്. പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ ഇതൊരു വർഷാന്ത്യമാണ്. ഇന്ന് ഈ വർഷത്തെ അവസാനത്തെ ഡിസ്കഷൻ ആണ് നമ്മൾ ഈ നടത്തുന്നത്. അതും ഇന്ന് പുതുവത്സരാഘോഷ ദിവസം ഇതേ വിഷയം തന്നെ ചർച്ച ചെയ്യാൻ ഞങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡ് തീരുമാനിക്കുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹം നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒന്നാണ് ഈ KSRTC. അത് നിലനിൽക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ ജെയിംസ് സാറൊക്കെ സൂചിപ്പിച്ചല്ലോ, പ്രതിദിനം 200 കിലോമീറ്ററൊക്കെ KSRTC ബസ്സിൽ യാത്ര ചെയ്തിരുന്നു എന്ന് പറയുന്നിടത്ത് തന്നെ അതിൻ്റെ പ്രസക്തി നമുക്കറിയാം. അപ്പോൾ ഇതിനു മുമ്പും സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ച, അതാണ് തിരുവഞ്ചൂരിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് അടക്കം സൂചിപ്പിച്ചത്. ഇതിനൊരു ഉത്തരം കണ്ടെത്തുക എന്നത് അതിപ്പോൾ ഏത് സർക്കാരുമാകട്ടെ അത് പ്രാക്ടിക്കലാകുന്ന ഒന്നാണോ? കാരണം മന്ത്രി ആന്റണി രാജു പറയുന്നത് നിങ്ങൾ 1-ാം തീയതി ശമ്പളം കൊടുത്ത് കാണിക്കൂ, ഈ കളത്തിന് പുറത്തിരിക്കുന്നത് പോലെ അല്ല കളത്തിനകത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ശ്രീ ആന്റണി രാജു ഇത് പറയുമ്പോൾ അദ്ദേഹം ഈ പണിക്ക് എന്നെ കൊണ്ട് കൊള്ളില്ല, ഞാൻ പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് രാജിവെച്ചല്ലോ. ടേം കഴിഞ്ഞിട്ടും 1-2 ദിവസം കൂടെ അധികം കിട്ടുവാണെങ്കിൽ അതും കൂടി സന്തോഷം എന്ന് പറഞ്ഞ് പിടിച്ചിരുന്ന് ഒടുക്കം മുന്നണിയുടെ ടേം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് മാറി നിന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ളവർക്ക് ധൈര്യമുണ്ടെങ്കിൽ 1-ാം തീയതി സാലറി കൊടുത്ത് കാണിക്കൂ എന്ന് പറയാനുള്ള ധാർമ്മികപരമായ യാതൊരു അവകാശവുമില്ല അദ്ദേഹത്തിന്. ഈ തൊണ്ടി മുതൽ കൽക്കുന്നത് പോലെയുള്ള പരിപാടികൾ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകാം. 2, ഞാൻ ന്യൂസ് 18നെ വളരെ ഹൃദ്യമായി അഭിനന്ദിക്കുകയാണ്. കാര്യം ഇന്ന് രാഷ്ട്രീയപരമായി വളരെ സെൻസേഷനായ മറ്റു പല ഇഷ്യൂസും ഒരുപക്ഷെ റീച്ച് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള ഉണ്ടായിട്ടും നിങ്ങൾ KSRTC തൊഴിലാളികളുടെ കുടുംബത്തിന്റെ ഒപ്പം നിൽക്കുന്നതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു, ഞാൻ നിങ്ങളെ ചെയ്യാണ്. ഞാൻ ഇപ്പൊ ശ്രീ ജെയിംസ് വടക്കൻ പറഞ്ഞതുപോലെ ഞാൻ മാക്സിമം KSRTC ബസ്സിൽ മാത്രം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇനി ഇതിലെ സാധ്യത എന്താണ്, എങ്ങനെയാണ് ഇതിനെ രക്ഷപ്പെടുത്താൻ പറ്റുക ചോദിക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ 3 കിലോമീറ്ററിൽ 4 ചക്രമാരാണ് ഒരു വണ്ടിയിൽ കയറുന്നത്. ഒരു ബസ്സിന് 13 എംപ്ലോയീസ് ആണുള്ളത്. ഇപ്പൊ നേരത്തെ സലീം തന്നെ അത് അക്സെപ്റ്റ് ചെയ്തു. അതായത് കോവിഡിന് മുമ്പ് 6000 വണ്ടികൾ ഓടിക്കൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ 4000 വണ്ടികളിലേക്ക് ചുരുക്കപ്പെട്ടു. അവിടെ 800 ബസ് അധികം മേടിച്ചു എന്ന് ഓർക്കണം. അപ്പൊ 2000 അല്ല ചുരുങ്ങിയത്, 2800. അതായത് 3000-ഓളം ബസ്സുകൾ, 50% ബസ്സുകൾ കോവിഡിന് മുമ്പ് പോസ്റ്റ് കോവിഡിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടികളിൽ നിന്ന് 50% വണ്ടികൾ ഇപ്പോൾ ഓടുന്നില്ല. എന്തുകൊണ്ടാണ് ഓടാത്തത്? ഇത് മുഴുവൻ കാട് കയറി നശിക്കുകയാണ്. അതിലാർക്കാ ഉത്തരവാദിത്തമുള്ളത്? KSRTC ഒരിക്കലും ഇപ്പോ വലിയ അപകടക്കിണയിൽ നിന്ന് ഞാൻ ഈ കിണറ്റിൽ നിന്ന് നിങ്ങളെ പിടിച്ചെടുക്കാം, രക്ഷപ്പെടുത്താൻ ശ്രമിക്കാം എന്നാണ് ഗണേഷ് പറയുന്നത്. KSRTC ഒരിക്കലും വലിയ കടത്തിൽ വന്ന് നശിച്ചു പോകില്ല. കാര്യം കാലാകാലങ്ങളായി KSRTCക്ക് അതുപോലെ ഭൂസ്വത്തുക്കളുണ്ട്. അതിനെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കണം. അതൊക്കെ വിനിയോഗിക്കണം. എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു MD അവിടെ വരണം. അല്ലെങ്കിൽ ആ മിനിസ്റ്റർ വരണം. ആ മിനിസ്റ്ററിനെ ഞാൻ കഴിഞ്ഞ ചർച്ചയിലും ശ്രീ അഭിലാഷിനോട് സൂചിപ്പിച്ചല്ലോ, ഈ വകുപ്പ് CI2 ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM മെമ്പർ ആയിട്ടുള്ള ഒരു മന്ത്രി വന്നാലാണ് ഇവർ തമ്മിലുള്ള ഒരു രസതന്ത്രം, ഞാൻ അതിനെ ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്, രസതന്ത്രം നല്ല രീതിയിൽ കൊണ്ടുപോയി ഒന്നെങ്കിൽ CI2നെ നിലയ്ക്ക് നിർത്താൻ, അല്ലെങ്കിൽ ആ CPM മന്ത്രിക്ക് ഇതിലെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ CPM മെമ്പർ മന്ത്രി പറഞ്ഞു. ഞാനാണ് കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞത്. എന്താണ് അവിടെ 8 MD-മാരാണ് മാറിയത്. രാവിലെ 7 തിരുവനന്തപുരം തമ്പാനൂർ സ്റ്റേഷനിൽ വന്നു കയറുന്ന ബസ്സിൽ ചാർജ് എടുക്കാൻ വരുന്ന MD വൈകിട്ട് 7-ന് പോകുന്ന അതേ ബസ്സിൽ തിരിച്ച് വീട്ടിൽ പോകാം ട്രാൻസ്ഫർ ഓർഡറുമായിട്ട്. അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ഈ സർക്കാരിൽ ഇടപെട്ടിട്ടുണ്ട്, MD-മാരിൽ ഇടപെട്ടിട്ടുണ്ട്.
CIQ-വിന്റെ സെല്ല് ഭരണമാണ് ഈ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് എന്നാൽ യാതൊരു സംശയം വേണ്ട. അത് മാറാത്തിടത്തോളം കാലം ഈ സംവിധാനം രക്ഷപ്പെടാനും പോകുന്നില്ല ശ്രീ KP അഭിലാഷ്. റൈറ്റ്, എന്തായാലും നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഗണേഷ് ആന്റണി രാജു തർക്കം മുന്നണിക്ക് ക്ഷീണം ആകുമോ എന്നായിരുന്നു ഞങ്ങൾ ഓൺലൈൻ വഴി ചോദിച്ച ചോദ്യം. 74% പ്രേക്ഷകരും ക്ഷീണമാകും എന്ന് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. 20% പ്രേക്ഷകർ മാത്രം അല്ല എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ എടുത്തു പറയേണ്ടത് പുതുവത്സരം പിറക്കുകയാണ്. 2024 നമ്മൾ കടക്കുകയാണ്. പാനലിൽ പങ്കെടുത്ത എല്ലാവരും KSRTC ജീവനക്കാരുടെ ദുരിതത്തിന് അറുതിയുണ്ടാകണം, KSRTC ഏറ്റവും സുഗമമായി മുന്നോട്ട് പോകണം എന്ന ഏകാഭിപ്രായത്തിലാണ് എത്തിയത്. അതിന് പുതിയൊരു മന്ത്രിക്കോ പുതിയ ഉദ്യോഗസ്ഥർക്കോ പുതിയ സംവിധാനങ്ങൾക്കോ ഒക്കെ സാധിക്കുമെങ്കിൽ അത് കേരളത്തിൻ്റെ പൊതുസമൂഹം ഇരു കൈയും നീട്ടി സ്വീകരിക്കും എന്നതിൽ തർക്കമില്ല. വിവാദങ്ങൾക്കപ്പുറത്ത് വിജയത്തിൻ്റെ വഴിയിലൂടെ KSRTCക്ക് സഞ്ചരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് പുതുവത്സരാശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. എല്ലാ അതിഥികൾക്കും പുതുവത്സരാശംസകൾ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.